നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഭാഗം. അവിടെ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവാണ്, അല്ലെങ്കിൽ നിസ്സംഗതാ വക്രമാണ്. ഇപ്പം ഇൻഡിഫറൻസ് കർവിൻ്റെ 3 പ്രോപ്പർട്ടീസ്, 3 സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ ഒരു കർവ് മാത്രമായിട്ടല്ല സാധാരണ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകളാണ് ഉപയോഗിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഡിഫറൻസ് മാപ്പ്. ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറയും. അതായത് എ കൺസ്യൂമർ കനോട്ട് ബൈ എനി ആൻഡ് എവറി കോമ്പിനേഷൻ ഓഫ് ദ 2 ഗുഡ്സ് ഷീ മേ വാണ്ട് ടു കൺസ്യൂം. അതാണ് ഒരു അവസ്ഥ. കൺസ്യൂമറിന് ഇഷ്ടമുള്ള സാധനം, ഈ 2 സാധനങ്ങൾ മാത്രമേ കൺസ്യൂമർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുന്നത്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദ കൺസ്യൂമർ ക്യാൻ ബൈ എനി കോമ്പിനേഷൻ ഓഫ് ദ 2 ഗുഡ്സ്. കൺസ്യൂമറിന് ഇഷ്ടമുള്ള അത്രയും സാധനം ഈ 2 സാധനങ്ങളുടെയും വാങ്ങാൻ പറ്റില്ല. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. കൺസ്യൂമർ വാങ്ങാനുള്ള കഴിവ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. കൺസ്യൂമർക്ക് എത്ര സാധനം വാങ്ങാൻ പറ്റും, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. അതിലൊന്നെന്ന് പറയുന്നത് ദ പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ദ പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ്. ഈ 2 സാധനങ്ങളുടെയും വില എന്താണ് എന്നുള്ളതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. എത്ര ഇൻകം കൺസ്യൂമറുടെ കയ്യിലുണ്ട്, ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഈ 2 ഘടകങ്ങളെ ആശ്രയിച്ചാണ് കൺസ്യൂമറിന്റെ വാങ്ങൽ നിശ്ചയിക്കപ്പെടുന്നത്. കൺസ്യൂമറിന് എത്രമാത്രം കൺസ്യൂം ചെയ്യാൻ പറ്റും, ബണ്ടിൽ എത്ര അളവ് സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം കൺസ്യൂമർ കനോട്ട് ബൈ എനി ആൻഡ് എവറി കോമ്പിനേഷൻ ഓഫ് ദ 2 ഗുഡ്സ്. ഷീ ക്യാൻ ബൈ ഓൺലി ദോസ് ഗുഡ്സ് വിച്ച് കോസ്റ്റ് ഹർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹർ ഇൻകം ഗിവൺ ദ പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ്. സാധനങ്ങളുടെ വില തന്നിട്ടുണ്ട്, സാധനങ്ങളുടെ പ്രൈസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമറിന് സാധനം വാങ്ങാൻ പറ്റുന്നത് എത്രമാത്രമേ വാങ്ങാൻ പറ്റുകയുള്ളൂ? ആ കൺസ്യൂമറുടെ വരുമാനത്തിൽ താഴെ നിൽക്കുന്ന അളവിൽ ഉള്ള പണം ചെലവാകുന്ന വിധത്തിലുള്ള ക്വാണ്ടിറ്റിയെ ഈ 2 സാധനത്തിൻ്റെയും വാങ്ങാൻ പറ്റും. ഇപ്പം ബനാനയും ഓറഞ്ചുമാണെങ്കിൽ അത് രണ്ടും കൺസ്യൂമറിന് എത്രമാത്രം വാങ്ങാൻ പറ്റും? കൺസ്യൂമറുടെ വരുമാനത്തിന് താഴെ നിൽക്കുന്ന, വരുമാനത്തിന് തുല്യമോ അതിൽ കുറവോ ആയ ഒരു തുക ചിലവാകുന്ന ബണ്ടിൽ മാത്രമേ കൺസ്യൂമറിന് വാങ്ങാൻ കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബജറ്റ് സെറ്റ്. The budget set is the collection of all bundles that a consumer can buy with her available income at the prevailing market prices. അപ്പം നിലവിലുള്ള മാർക്കറ്റ് വിലയ്ക്ക് ലഭ്യമായിട്ടുള്ള ഇൻകം ഉപയോഗിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബജറ്റ് സെറ്റ് എന്ന്. ഒരു ഉദാഹരണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബജറ്റ് സെറ്റിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ വിചാരിക്കുക, കൺസ്യൂമർ കൺസ്യൂംസ് ഓൺലി 2 ഗുഡ്സ്. എക്സാമ്പിൾ ബനാനാസ് ആൻഡ് മാംഗോസ്. ബനാനയും വാഴപ്പഴവും മാങ്ങായും മാത്രം വാങ്ങുന്ന ഒരു കൺസ്യൂമർ. ദ കൺസ്യൂമർ ഹാസ് ₹20 വിത്ത് ഹർ. ഹർ ഇൻകം ഈസ് ₹20. ഈ കൺസ്യൂമറുടെ വരുമാനം എന്ന് പറയുന്നത് 20 രൂപയാണെന്നും സങ്കല്പിക്കുക. അപ്പൊ ഈ അനുമാനത്തെ, ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതൊക്കെ ബണ്ടിൽസ് ഈ ബജറ്റിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കൺസ്യൂമറിന് വാങ്ങാൻ കഴിയും എന്നൊന്ന് നോക്കാം. 20 രൂപ നിങ്ങളുടെ കയ്യിലാണുള്ളതെങ്കിൽ ആ 20 രൂപയായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങേണ്ടത് 2 സാധനങ്ങളാണ്, ബനാനയും മാംഗോയും. അവിടെ ചെന്നപ്പോൾ മാർക്കറ്റിൽ നിന്നും ബനാനയുടെയും മാംഗോയുടെയും വില നമ്മൾ അറിഞ്ഞു. ഓരോന്നിന്റെയും വില 1 കിലോയ്ക്ക് 5 രൂപ വീതമാണ്. 1 കിലോ ബനാനയ്ക്ക് 5 രൂപ, 1 കിലോ മാംഗോസിന് 5 രൂപ. അങ്ങനെയാണെങ്കിൽ നിങ്ങളാകുന്ന കൺസ്യൂമറിന് ഏതൊക്കെ ബണ്ടിൽ ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കഴിയും? നമുക്കറിയാം, ഈ കൺസ്യൂമറിന് വേണമെങ്കിൽ ഒരു ബണ്ടിലും വാങ്ങാതെ ഇരിക്കാം. 0 kg ബനാനയും 0 kg മാംഗോസും വാങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ കൺസ്യൂമറിന്റെ ബണ്ടിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0,0 എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നതായിരിക്കും. അതാണ് ആ കൺസ്യൂമറിന്റെ ബണ്ടിൽ. ഇനിയും അതല്ല, കൺസ്യൂമറിന് മറ്റു ബണ്ടിലുകളും സാധ്യമാണ്. ഏതൊക്കെ ബണ്ടിലാകാം? 01, വേറൊരു ബണ്ടിലാണ് 02, 03. 10 എന്ന് പറയുന്ന ബണ്ടിലാണെങ്കിൽ അതിന്റെ അർത്ഥം 1 kg ഓഫ് ബനാന, 0 kg ഓഫ് മാംഗോസ്. അപ്പം
1 കിലോ ബനാനയും മാംഗോ ഒന്നും വാങ്ങുന്നില്ല, 0 kg മാംഗോയും വാങ്ങിയാൽ ആ ബണ്ടിൽ കൺസ്യൂമറിന് വാങ്ങാൻ പറ്റും. ഇനിയും അത് മാറി അടുത്ത ബണ്ടിൽ നോക്കുക, 2-0 എന്ന് പറഞ്ഞാൽ 2 കിലോ ബനാനയും 0 കിലോ മാംഗോസും വാങ്ങാം. മാംഗോസ് ഒട്ടും വാങ്ങുന്നില്ല, പക്ഷെ 2 കിലോ ബനാന വാങ്ങുന്നു. ദാറ്റ്സ് ഓൾസോ പോസിബിൾ. 2 കിലോ ബനാനയ്ക്ക് എത്ര രൂപയാകും? 10 രൂപ. ഇനി 3 കിലോ ബനാന വേണേലും വാങ്ങാം. 3-0 എന്ന് പറയുന്ന ബണ്ടിൽ പോസിബിൾ ആണ്. 3 കിലോ ബനാന വാങ്ങുകയാണെങ്കിൽ 15 രൂപയാകും. 0 മാംഗോസ് വാങ്ങുകയാണെങ്കിൽ ബാക്കി 5 രൂപ കയ്യിൽ കാണുകയും ചെയ്യും, അല്ലെ? ഇനിയും 4-0 എന്ന് പറയുന്ന ബണ്ടിലും പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 4 കിലോ ബനാന വാങ്ങുന്നു, 0 കിലോ ഓറഞ്ച് വാങ്ങുന്നു. അപ്പം ആ ബണ്ടിലും പോസിബിൾ ആണ് 4 കിലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ള ഇൻകം മൊത്തം തീരും. ഇനിയും 5-0 എന്ന് പറയുന്ന ബണ്ടിൽ പോസിബിൾ അല്ല, കാരണം അത് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കൺസ്യൂമേഴ്സ് ബജറ്റ്, അല്ലെ? അപ്പോൾ ആ ബണ്ടിൽ പോസിബിൾ ആണ്. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ബണ്ടിൽ എന്ന് പറയുന്നത് നമ്മളിപ്പം 1-0 എന്ന് പറഞ്ഞതിന് പകരം ഇനി എന്താണ് 1-1 എന്ന് പറയുന്ന ബണ്ടിൽ, അതായത് 5 രൂപയ്ക്ക് 1 കിലോ ബനാനയും 5 രൂപയ്ക്ക് 1 കിലോ മാംഗോസും വാങ്ങും. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമറിന് 10 രൂപയാകും. അല്ലെങ്കിൽ ഇനി എന്താണ് 1-2 എന്ന് പറയുന്ന ബണ്ടിൽ പോസിബിൾ ആണ്. 1-2 എന്ന് പറയുന്ന ബണ്ടില് പോസിബിൾ ആണ്, അല്ലെ? 1 കിലോ ബനാനയും 2 കിലോ ഓറഞ്ചസ്. ഇനിയോ 1-3 എന്ന് പറയുന്ന ബണ്ടിലും പോസിബിൾ ആണ്. 1 കിലോ ബനാനയും 3 കിലോ ഓറഞ്ച്. 1-4 എന്ന് പറയുന്ന ബണ്ടിൽ പോസിബിൾ അല്ല, അല്ലെ? അടുത്ത പോസിബിൾ ആയിട്ടുള്ള ഒരു ബണ്ടിലാണെന്ത് 2-1, 2 കിലോ ബനാനയും 1 കിലോ ഓറഞ്ച് പോസിബിൾ. അടുത്ത വേറെ പോസിബിൾ ആയിട്ടുള്ള ഒന്നാണ് 3-1, 3 കിലോ ബനാനയും 1 കിലോ ഓറഞ്ചും പോസിബിൾ. അടുത്തത് 2-2 എന്ന് പറയുന്ന ബണ്ടിൽ പോസിബിൾ ആണ്. 2-2, 2 കിലോ ബനാനയും 2 കിലോ ഓറഞ്ചും വാങ്ങും, അതും പോസിബിൾ ആണ്. ഇങ്ങനെ മൊത്തം 15 ബണ്ടിൽസ് കൺസ്യൂമറിന് വാങ്ങാൻ കഴിയും. നമ്മുടെ 20 രൂപ ഇൻകം ഉപയോഗിച്ച് 15 ബണ്ടിൽസ് നിങ്ങളാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 15 ബണ്ടിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ബണ്ടിലായിരിക്കും നിങ്ങൾ വാങ്ങുക. അപ്പോൾ അതാണ് കൺസ്യൂമറുടെ ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ബണ്ടിൽസിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ബജറ്റ് സെറ്റ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത്. എമംഗ് ദീസ് ബണ്ടിൽസ് 40, 04, 22, 31, 13 ഈ ബണ്ടിലുകളെല്ലാം കൺസ്യൂമറുടെ മുഴുവൻ ഇൻകവും ചെലവാക്കി വാങ്ങുന്ന ബണ്ടിലുകളാണ്, അല്ലെ? ശ്രദ്ധിച്ചു നോക്കൂ. 4 കിലോ ബനാനയും 0 കിലോ ഓറഞ്ചും വാങ്ങിയാൽ നമ്മുടെ കയ്യിലുള്ള 20 രൂപയും തീരും. 3 കിലോ ബനാനയും 1 കിലോ ഓറഞ്ചും വാങ്ങിയാൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ തുകയും. അങ്ങനെ മുഴുവൻ തുകയും ചെലവാക്കുന്ന ബണ്ടിലുകളാണ് നമ്മൾ ഈ പറഞ്ഞ 5 ബണ്ടിൽസ്. ഏതൊക്കെയാണ്? 40, 04, 31, 13, 22 ഈ 5 ബണ്ടിൽസ്. അപ്പൊ ആ 5 ബണ്ടിൽസും കൺസ്യൂമറുടെ മുഴുവൻ ഇൻകവും ചെലവാകുന്ന ബണ്ടിലുകളാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ദ കൺസ്യൂമർ കനോട്ട് അഫോർഡ് ടു ബൈ ബണ്ടിൽസ് സച്ച് ആസ് 3-3, 3-4 എക്സെട്ര ബിക്കോസ് ദേ ആർ ബിയോണ്ട് ദ കൺസ്യൂമേഴ്സ് ബജറ്റ്, അല്ലെ? കൺസ്യൂമറുടെ ബജറ്റിനേക്കാൾ കൂടുതൽ പണം ചെലവാകുന്ന ബണ്ടിലുകളായിട്ടുള്ള The consumer cannot afford to buy bundles such as 3-3, 4-5 because they cost more than the consumer's income of ₹20 at the prevailing market prices. നിലവിലുള്ള മാർക്കറ്റ് വിലയെ അനുസരിച്ച്, അതായത് 5 രൂപ മാംഗോയ്ക്ക് 5 രൂപ ബനാനയ്ക്ക് എന്നുള്ള നിരക്കിൽ 20 രൂപയിൽ കൂടുതൽ ചെലവാകുന്ന ബണ്ടിലുകൾ കൺസ്യൂമറിന് വാങ്ങാൻ കഴിയില്ല. 3-3 എന്ന് പറയുന്ന 20 രൂപയിൽ കൂടുതലാണ്. 3 കിലോ ബനാനയ്ക്ക് 15 രൂപയും 3 കിലോ ഓറഞ്ചിന് 15 രൂപ, അങ്ങനെ 30 രൂപയാകും. 30 രൂപ കൺസ്യൂമറുടെ കയ്യിൽ ഇല്ല. കൺസ്യൂമറുടെ കയ്യിൽ എത്ര രൂപയേ ഉള്ളൂ? 20 രൂപയേ ഉള്ളൂ. അപ്പം therefore these bundles അല്ലെങ്കിൽ such bundles are not available to the consumer. നമുക്കിത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടുകൂടി ഒന്ന് പരിശോധിക്കാം. Suppose the consumer has an income of ₹20. Suppose the income of the consumer is M. The prices of the two goods are P1 and P2 respectively. നമ്മളിവിടെ സങ്കല്പിക്കുന്നതാണ്. പ്രൈസ് ഓഫ് ഗുഡ് 1 ബനാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് P1 ആണ്. പ്രൈസ് ഓഫ് ഗുഡ് 2 മാംഗോസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് P2 ആണ് എന്ന് സങ്കല്പിക്കും. If the consumer wants to buy X1 unit of good 1 and X2 unit of good 2, then she will have to incur an expenditure of P1 X1 amount of money for good 1 and P2 X2 amount of money for good 2.
In order to purchase good 1, this consumer has to spend P1 X1 amount of money. നമുക്ക് ആദ്യത്തെ കേസ് ഒന്ന് പരിശോധിക്കാം. If the consumer wants to buy X1 amount of good 1, she will have to spend P1 X1 amount of money. ഒന്നാമത്തെ സാധനം X1 ക്വാണ്ടിറ്റി ആണ് വാങ്ങുന്നത്. X1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അത് നമ്മൾ തൽക്കാലം ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 2 കിലോ ആണെന്ന് വിചാരിച്ചോളൂ. 2 കിലോ ബനാനയാണ് കൺസ്യൂമർ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. X1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ X1 ക്വാണ്ടിറ്റി ഓഫ് ബനാന വാങ്ങണമെങ്കിൽ എത്ര രൂപ ചെലവാക്കണം? P1 X1 എമൗണ്ട്. P1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് ഓഫ് ഗുഡ് 1. ഒന്നാമത്തെ സാധനത്തിന്റെ വില, അതായത് നമ്മുടെ ബനാനയുടെ വില എന്ന് പറയുന്നത് 1 കിലോ യൂണിറ്റിന് അല്ലെങ്കിൽ 1 കിലോയ്ക്ക് 5 രൂപയെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P1 X1 എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ 2 കിലോ എന്ന് നമ്മളിപ്പം സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സാധനം വാങ്ങാനായിട്ട് 2 കിലോ സാധനം 5 രൂപ വില വെച്ച് നമുക്ക് വാങ്ങാനായിട്ട് ദ കൺസ്യൂമർ വിൽ ഹാവ് ടു സ്പെൻഡ് P1 X1 എമൗണ്ട്. P1 X1 എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? P1 എന്ന് പറയുന്നത് 5, X1 എന്ന് പറയുന്നത് 2. 5 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അപ്പോൾ ഒന്നാമത്തെ സാധനം വാങ്ങുന്നതിന് അല്ലെ ഒന്നാമത്തെ സാധനത്തിന്റെ 2 യൂണിറ്റ് വാങ്ങുന്നതിന് കൺസ്യൂമർ 10 രൂപ ചെലവാക്കേണ്ടി. ഇതേപോലെ തന്നെ ഗുഡ് 2വിന്റെ നിശ്ചിത ക്വാണ്ടിറ്റി വാങ്ങുന്നതിനും കൺസ്യൂമറിന് നിശ്ചിത എമൗണ്ട് ചെലവാക്കേണ്ടി വരും. അതെ, നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ലെറ്റ് X2 be the quantity of good 2 that the consumer want to buy. കൺസ്യൂമറിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് X2 ആണ്. ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് P2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ in order to buy X2 amount of good 2, the consumer will have to spend P2 X2 amount of money. അപ്പൊ രണ്ടാമത്തെ സാധനം വാങ്ങുന്നതിന് കൺസ്യൂമർ എത്ര പണം ചെലവാക്കണം? P2 X2 എമൗണ്ട്. P2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് ഓഫ് ഗുഡ് 2. മാംഗോയുടെ പ്രൈസ്, 1 യൂണിറ്റ് മാംഗോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 രൂപ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. X2 എമൗണ്ട് ഓഫ് ഗുഡ് 2. X2 എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ ക്വാണ്ടിറ്റിയാണ്. അത് നമ്മൾ 2 തൽക്കാലം സങ്കല്പിക്കും. 2 കിലോയാണ് മാങ്ങ കൺസ്യൂമർ വാങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 5 രൂപ വെച്ച് 2 കിലോ മാങ്ങ വാങ്ങാൻ എത്ര രൂപ കൺസ്യൂമറിന് ചെലവാകും? 10 രൂപ അല്ലെ? 5 into 2 10 രൂപ ചിലപ്പോൾ. അപ്പം ഒന്നാമത്തെ സാധനത്തിന്റെ 2 യൂണിറ്റ് വാങ്ങുന്നതിനും രണ്ടാമത്തെ സാധനത്തിന്റെ 2 യൂണിറ്റ് വാങ്ങുന്നതിനും കൺസ്യൂമറിന് 10 രൂപ വെച്ച് ചെലവാകും. അങ്ങനെയാണെങ്കിൽ 10 കൂടെ ചേരുമ്പോൾ എത്ര രൂപയാകും? മൊത്തം 20 രൂപ അല്ലെ? അതായത് P1 X1 പ്ലസ് P2 X2 ഈസ് ഇക്വൽ ടു M. എന്ന് പറയുന്നത് നമുക്കറിയാം 20 റുപ്പീസ് നമ്മൾ നേരത്തെ സങ്കല്പിച്ചു. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. P1 X1 പ്ലസ് P2 X2 ഈസ് ഇക്വൽ ടു M. Therefore, if the consumer wants to buy X1 amount of good 1 and X2 amount of good 2, she will have to spend P1 X1 plus P2 X2 amount of money. She can buy this bundle if and only if she possesses P1 X1 plus P2 X2 amount of money. അല്ലേ? 20 രൂപയുടെ സാധനം മേടിക്കാൻ പോയിട്ട് 20 രൂപ കയ്യിലില്ലെങ്കിൽ വാങ്ങാൻ പറ്റുമോ? 20 രൂപയുടെ സാധനം നമ്മൾ വാങ്ങണമെങ്കിൽ the consumer must have 20 rupees with her. അല്ലെങ്കിൽ കൺസ്യൂമറിന് അത് വാങ്ങാൻ കഴിയില്ല. She can buy this bundle only if she has at least P1 X1 plus P2 X2 amount of money with her. The consumer can buy any bundle X1 X2 such that P1 X1 plus P2 X2 is less than or equal to M. This is an inequality. Less than or equal to. അല്ലേ? അപ്പൊ ഈ ഇൻഇക്വാളിറ്റി, ദിസ് ഇൻഇക്വാളിറ്റി ഈസ് നോൺ ആസ് ദ ബജറ്റ് കൺസ്ട്രെയിന്റ് ഓഫ് ദ കൺസ്യൂമർ. ഇത് അറിയപ്പെടുന്നത് കൺസ്യൂമറിന്റെ ബജറ്റ് കൺസ്ട്രെയിന്റ് എന്നാണ്. ബജറ്റ് പരിധി, കൺസ്യൂമറിന്റെ ബജറ്റ്, അതായത് കൺസ്യൂമറിന്റെ ബജറ്റ് പരിധിക്ക് അപ്പുറത്തുള്ള ഒരു എമൗണ്ട് ചെലവാകുന്ന സാധനം വാങ്ങാൻ കൺസ്യൂമറെ കൊണ്ട് കഴിയില്ല. P1 X1 പ്ലസ് P2 X2 എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ കൺസ്യൂമേഴ്സ് ഇൻകം ഓഫ് M. അതാണ് ബജറ്റ് കൺസ്ട്രെയിന്റ്. ദിസ് ഇൻഇക്വാളിറ്റി ഈസ് നോൺ ആസ് ദ ബജറ്റ് കൺസ്ട്രെയിന്റ് ഓഫ് ദ കൺസ്യൂമർ.